CPI നേതാവും മുൻ MLA-യുമായിരുന്ന പി രാജുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി രാജുവുമായി നല്ല സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നുവെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് അവിടുത്തെ MLA ആവുകയും അവിടെ ജനങ്ങളുമായി നിരന്തരമായ നല്ല ബന്ധം പുലർത്തിയിരുന്ന കാലമാണ്. അദ്ദേഹവുമായിട്ട് ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. 96-ൽ അദ്ദേഹം എന്നെ പരാജയപ്പെടുത്തി, 2001-ൽ ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. എങ്കിലും ആ രാഷ്ട്രീയ രംഗത്തുള്ള വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ഒരു സൗഹൃദം അദ്ദേഹവുമായി കാത്തു സൂക്ഷിച്ചിരുന്നു. പി രാജുവിന്റെ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സ്നേഹമോൾ നേനാൻ വിശദാംശങ്ങളുമായി ചേരുന്നു. സ്നേഹമോൾ, എപ്പോഴാണ് പൊതുദർശനം നടക്കുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് സ്നേഹ? മോത്തി ഏകദേശം 50 വർഷത്തിലേറെയായി രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമായിരുന്ന വ്യക്തിയായിരുന്നു പി രാജു. 2 തവണ CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ 2 തവണ നോർത്ത് പറവൂരിൽ നിന്നും MLA ആയി വിജയിച്ചിരുന്നു. 1991-96 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം പറവൂരിൽ നിന്നും MLA ആയി വിജയിച്ചത്. 96 കാലഘട്ടത്തിൽ വി ഡി സതീശനെ പരാജയപ്പെടുത്തിയായിരുന്നു അദ്ദേഹം നിയമസഭയിലെത്തിയത്. 2021-ലും അദ്ദേഹം MLA സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. അപ്പോഴും വി ഡി സതീശൻ അദ്ദേഹത്തെ തോൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ 73-ാം വയസ്സിൽ, അതായത് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് അർബുദബാധിതനാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. അതിദാരുണമായ സംഭവം എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യം തന്നെ ഇവിടെ എത്തിയ വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും ഒക്കെ തന്നെയും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. CPI, CPM നേതാക്കളെല്ലാം തന്നെ അല്പസമയം മുമ്പ് തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ മൃതദേഹം പറവൂരുള്ള ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചത്. CPI ജില്ലാ ഓഫീസിലടക്കം പൊതുദർശനം വേണം എന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചില ആരോപണങ്ങളൊക്കെ തന്നെയും കുടുംബം ഉന്നയിച്ചതിനെ തുടർന്ന് ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം നടത്തുക. അതിനുശേഷം ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. ശരി സ്നേഹ.